الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവശക്തനും സർവാധിപതിയുമായിട്ടുള്ള സ്നേഹനിധിയായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പരമാവധി കാത്തു സൂക്ഷിച്ച് ഈ ഐഹിക ജീവിതം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ആദ്യമേ എവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു മടക്കമുണ്ട്. ഈ ലോകത്തുനിന്ന് മടങ്ങുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദ് ഉച്ചരിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി മുവഹിദീങ്ങളായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരി സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ ഏതാണ്ട് ഒരു 81 ദിവസം മുമ്പ് ഇറങ്ങിയ ഒരായത്താണ് സൂറത്തു മാഇദ 5-ാം അധ്യായം. അതിലെ 3-ാമത്തെ ആയത്തിലെ ചില ഭാഗം നമ്മളൊക്കെ സുപരിതമായി കേട്ട ആ ഒരായത്ത്, ഒരുപക്ഷെ നമുക്കൊക്കെ മനഃപ്പാടമുള്ള ഒരായത്ത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ആയത്ത് എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിനെ നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, അതേപോലെ തന്നെ എന്റെ അനുഗ്രഹവും ഞാൻ നിങ്ങളുടെ മേൽ പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. ഇസ്ലാമിനെ ഒരു വിശിഷ്ട മതമായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു എന്നുള്ള ഈ ആയത്ത്, വിശ്വാസികളെ, ഈ ആയത്ത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ചില സഹാബത്ത് കരയാ. അവർക്ക് ഈ ആയത്തിൽ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ, അല്ലാഹുവിന്റെ റസൂല് ഈ ലോകത്തുനിന്ന് വിട പറയാൻ പോവുകയാണ് എന്നുള്ള ഒരു സൂചന. കാരണം മതം പൂർത്തിയായി.
മതം പൂർത്തിയായി എന്ന് പറയുന്ന ഈ ആയത്ത്, അപ്പൊ പ്രവാചകന്റെ നിയോഗം ഇതാ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വല്ലാതെ വേദനയുണ്ടായി, കരയുകയാണ്. ഏതാണ്ട് ഈ സമയത്താണ് വിശുദ്ധ ഖുർആനിലെ 110-ാമത്തെ അധ്യായം സൂറത്തുൻ നസ്ർ അവതരിക്കുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബാ. അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നു കഴിഞ്ഞാൽ, അതേപോലെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഈ മതത്തിലേക്ക് നീ പ്രവേശിക്കുന്നതും നീ കണ്ടാൽ, അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം നീ അവനെ പ്രകീർത്തനം നടത്തുക, അവനോട് നീ പാപമോചനം നടത്തുക. അവൻ ഏറെ പാപമോചനം നൽകുന്നവനാണ് എന്ന് പറയുന്ന ഈ ആയത്തും, പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ വിയോഗമാണ് എന്നുള്ളതിന്റെ സൂചനകളായിരുന്നു. അതേപോലെ തന്നെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സൂചനകളൊക്കെ സഹാബികളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലെ ഗവർണറായി അയക്കുകയാണ്. ഈ സമയത്ത് മുആദ് റളിയല്ലാഹുവിനോട് പറയാണ്, യാ മുആദ്, മുആദേ, ഇന്നക അസാ അൻ തൽഖാനി ബഅദ ആമി ഹാദാ. ഒരു പക്ഷേ വരും വർഷം നിനക്ക് എന്നെ ഈ സ്ഥലത്ത് വെച്ച് ഇനി കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി തമ്മിൽ കണ്ടുപിടിക്കൊള്ളണമെന്നില്ല. ലഅല്ലക അൻ തമുറ ബിമസ്ജിദി വഖബ്രി. ഒരു പക്ഷേ ഇനി നീ വരുന്നത് എന്റെ പള്ളിയുടെ, എന്റെ ഖബറിന്റെ അടുത്തു കൂടി ഇങ്ങനെ നടന്നു പോകും. ഇത് കേട്ടപ്പോ ഫബകാ മുആദ് ഖശഅൻ ലിഫിറാഖി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വേർപാട് മനസ്സിലാക്കി, ആ സൂചന മനസ്സിലാക്കി മുആദ് റളിയല്ലാഹുവിന്റെ കാര്യമാണ് എന്ന് പറഞ്ഞ ആ സൂചനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പോലെയുള്ള കുറെ ആളുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഫാത്തിമ ബീബി ഇരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീബിയെ മാത്രം വിളിച്ചിട്ട് ഒരു സ്വകാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആദ്യം കരയുന്നതും പിന്നീട് ഒരു സ്വകാര്യം പറഞ്ഞു കൊടുത്തപ്പോ ചിരിച്ചതും നമ്മൾ ചരിത്രം അറിഞ്ഞവരാ. ആദ്യം കരഞ്ഞ സംഭവം എന്ന് പറഞ്ഞത് പ്രവാചകന്റെ വേർപാടിനെ കുറിച്ചുള്ള സൂചന കൊടുത്തതാണ് എന്ന് നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിച്ചതാണ്. അങ്ങനെ പ്രവാചകന്റെ ഏറെക്കുറെ അവസാന സമയം, പ്രവാചകന്റെ മരണ ദിവസം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരിങ്ങനെ നീക്കിയിട്ട് രാവിലെ പ്രവാചകന്റെ വീടിന്റെ വിരി നീക്കി പള്ളിയിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാം നിന്നുകൊണ്ട് ഇങ്ങനെ നമസ്കരിക്കുന്നത് കണ്ടപ്പോ ചരിത്രത്തിൽ കാണാം, സുമ്മ തബസ്സമ വയദഹ. പ്രവാചകൻ ഇങ്ങനെ പുഞ്ചിരിച്ചു, ചിരിച്ചു എന്ന് പറഞ്ഞ എന്റെ പിൻഗാമികൾ കൃത്യമായി കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്നുള്ള നിലക്ക് പ്രവാചകന്റെ അവസാനത്തെ ആ ഒരു പുഞ്ചിരി ഇങ്ങനെ കാണാൻ സാധിക്കുകയാണ്. അങ്ങനെ വേദനകൾ മൂർജിക്കാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ ആ ഇളയിച്ച സമയം, ദുഹാ സമയത്തിന്റെ നേരത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ തല ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിലാണ്. റസൂല് പറയാ, ആയിഷ, വഇന്ന ലിൽ മൗതി ലസക്കറാത്ത് വഇന്ന ലിൽ മൗതി ലഗമറാത്ത്. മരണത്തിന് ചില വേദനകൾക്ക്, ചില പ്രയാസങ്ങളുണ്ട്. എന്നിട്ട് റസൂല് പോലും പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ അഇന്നി അലാ സക്കറാത്തിൽ മൗത്ത്. പടച്ചവനെ, മരണവേദന എന്നെ നീ സഹായിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുക. അതിനുശേഷം പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅല. അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരണമേ, എന്നോട് നീ കരുണ കാണിക്കണമേ, നിന്റെ ഉന്നതരായ കൂട്ടുകാരിൽ
എന്നെ നീ ചേർക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ പ്രവാചകന്റെ മരണം നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട് വിശ്വാസികളെ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നനായി കിടക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് ചില ഉപദേശങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. പലപ്പോഴും അത്തരം ഉപദേശങ്ങൾ, നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകൾ നമുക്ക് വല്ല ഉപദേശവും തരുമ്പോ അത് അതിന്റെ ഗൗരവത്തിൽ നമ്മൾ കാണാറുണ്ട്. ആ ഗൗരവത്തോടു കൂടി നാം അത് ഉൾക്കൊണ്ട് അതിനു വേണ്ടി അത് ആ രൂപത്തിൽ പ്രവർത്തിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കണമെന്ന ആ സമയത്തൊക്കെ പറഞ്ഞ ഒരു ഉപദേശം എന്താന്നോ? പ്രവാചകന്റെ ഉപദേശമാണ്, എന്റെ ഖബറിനെ നിങ്ങൾ ഒരു ആരാധനാലയമാക്കി മാറ്റരുതെന്ന റസൂല് പറയാ. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ആ പ്രവാചകന്മാരുടെ ഖബറിടം അവർ ഉത്സവ കേന്ദ്രമാക്കി മാറ്റിയെന്ന. എന്നിട്ട് റസൂല് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. പടച്ചവനെ, എന്റെ ഖബറിനെ ആരാധിക്കുന്ന ഒരു സ്ഥലമായിട്ട് നീ മാറ്റരുത് എന്നാണ്. തൗഹീദ് അത് ഉറപ്പിച്ച് അവിടെ പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കി, ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് എത്ര ഖബറുകളാണ് ആരാധനാ കേന്ദ്രങ്ങളായി മാറുന്നത്. തർക്കങ്ങൾ നടക്കല്ലേ എത്രമാത്രം. അതുകൊണ്ട് ഈ സമയത്ത് റസൂലിന്റെ അവസാനത്തെ വാക്കുകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, റസൂലുള്ള അവസാന സമയത്ത് പറഞ്ഞ എന്താണോ? അൻകിദൂ അൻഫുസകും മിനന്നാർ. നരകത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ തന്നെ കാക്കണം. ഇത് വല്ലാത്ത ഒരു സംഗതിയാണ്. നമ്മൾ ആരായാലും നമ്മൾ ചെയ്തതേ നാളെ പരലോകത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദുന്യാവ് ശാശ്വതമല്ല. നമ്മളിങ്ങനെ ഓരോ ആഴ്ചകളും നമ്മൾ ഓരോ മരണ വാർത്ത ഇങ്ങനെ കേൾക്കും. ഇപ്പൊ കഴിഞ്ഞ ഈ ഒരാഴ്ചന്റെ ഇടയിലല്ലേ മൂർഖത്ത് മുഹമ്മദ് സാഹിബ് അല്ലെ, നമ്മുടെ കൂട്ടത്തിൽ നിന്നാണ് മരണപ്പെട്ടു പോയത്. നമ്മൾ അദ്ദേഹത്തെ ആ 6 അടി മണ്ണിൽ കൊണ്ടുപോയി നമ്മള് അവിടെ അവസാന കർമ്മങ്ങളൊക്കെ ചെയ്ത് ഭംഗിയായി അദ്ദേഹത്തെ നമ്മൾ യാത്ര അയച്ചു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതേപോലെ പ്രിയപ്പെട്ടവരെ, അടുത്ത ആഴ്ച ഈ പറയുന്ന ഞാൻ ഉണ്ടാകുമോ? ഈ കേൾക്കുന്ന നിങ്ങൾ ആരൊക്കെ ഇവിടെ ഉണ്ടാകും? ആർക്കാ ഉറപ്പ് പറയാൻ കഴിയാ? അത് വല്ലാത്ത ഒരു ചോദ്യമാണല്ലോ. പക്ഷെ ശ്വാസം നിൽക്കുന്നതിന്റെ മുമ്പ് അള്ളാന്റെ റസൂൽ അവസാന സമയത്തൊക്കെ നമ്മളോട് പറഞ്ഞതാ, നിങ്ങളെ തന്നെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക. റസൂലിന്റെ കരളിന്റെ കഷ്ണാണ് ഫാത്തിമ ബീവി. ഫാത്തിമ ബീവിനെ വിളിച്ചിട്ട് പറയാണ്, ഫാത്തിമ അൻകിദി നഫ്സകി മിനന്നാർ. നരകത്തിന്ന് രക്ഷപ്പെടുത്താൻ നീ തന്നെ പണിയെടുക്കണം കേട്ടോ. ഈ ഒരു അവസ്ഥ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ 66-ാം അധ്യായം സൂറത്തു തഹ്രീമിലെ 6-ാമത്തെ ആയത്ത് നമ്മൾ കേട്ട, നമുക്ക് മനപ്പാടുള്ള ഒരായത്ത്. വിശ്വാസികളായ നമ്മളെ വിളിച്ചു പറയുന്നു ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്നും കാത്തുകൊള്ളുക. നമ്മൾ പണിയെടുക്കണം. കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മൾ നേരത്തെ നബിന്റെ മരണസമയം പറഞ്ഞല്ലോ. നബി മരിക്കുന്നതിന്റെ ഒരു 2-3-4 ദിവസം മുമ്പ് റസൂലിന് ആളുകൾ പള്ളിയിൽ ഇങ്ങനെ, സഹാബത്ത് പള്ളിയിൽ ഇങ്ങനെ വന്നിരിക്കുക. അപ്പോ പിരിഞ്ഞു പോകുന്നില്ല. ഈ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റസൂലെ, നിങ്ങളൊന്ന് പള്ളിയിൽ വന്നിട്ട് ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കി, എന്തെങ്കിലും അവരോടൊന്ന് പറയും. വല്ലാത്ത വിഷമത്തിലാണ് എല്ലാവരും. അങ്ങനെ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ പിടിച്ചിട്ട്, ആ രംഗമൊക്കെ ഹദീസിൽ പറയുന്നുണ്ട്. ആ വരുന്ന വഴിയൊക്കെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ആ ഒരു അടയാളം ഉണ്ടായിരുന്നു. ആ കാല് വലിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിമ്പറിൽ ഇരിക്കുകയാണ്.
എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബത്തിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും അവനവനെ വിലയിരുത്താനുള്ള ഒരു ചോദ്യമാണ്. ആ റസൂലുള്ള അപ്പൊ ചോദിച്ച ചില ചോദ്യങ്ങളെ നമ്മളെ ഒന്ന് വിലയിരുത്താനാ. നമ്മളൊക്കെ ആ ചോദ്യം കേട്ടിട്ട് നമ്മളൊന്ന് വിലയിരുത്തുക. റസൂലാണ് അങ്ങനെ ചോദിക്കുന്നത്. എന്താ ചോദിക്കണെന്നാ, ഫമൻ കുന്തു ജലത്തു ലഹു ലഹ്റ ഫഹാദാ ലഹ്രി. റസൂല് പറയാ, പ്രിയപ്പെട്ട സഹാബത്തെ, നിങ്ങൾ ആരെങ്കിലും ഞാൻ ദേഹോപദ്രവം നടത്തിയിട്ടുണ്ട് എങ്കിൽ ഫഹാദാ ലഹ്രി, എന്റെ ശരീരത. എന്നിട്ട് പറയാണ് അങ്ങനെ ആർക്കെങ്കിലും എന്നോട് ചെയ്യാണ്ടെങ്കിൽ ഇതാ ഇപ്പൊ നിങ്ങൾ അതിന് എന്നെയും തിരിച്ച് ആ രൂപത്തിൽ ഉപദ്രവിക്കണം. വമൻ കുന്തു ഖദ് ശതംതു ലഹു ഇർമൻ, നിങ്ങൾ ആരുടെയെങ്കിലും അഭിമാനം ഞാൻ ജീവിക്കുന്ന കാലത്ത് വല്ല പ്രയാസവും വരുത്തിയിട്ടുണ്ടെങ്കിൽ, അഭിമാനക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഫഹാദാ ഇർലി, ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. ചീത്ത പറഞ്ഞോ, ഈ ആളുകളെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ എന്നെ ആക്ഷേപിച്ചോ. മൂന്നാമത് പറയുന്നത് വമൻ കുന്തു ലഹു മാലൻ, നിങ്ങളുടെ ആരുടെയെങ്കിലും നയാ പൈസ ഈ മുഹമ്മദ് എടുത്തിട്ടുണ്ട് എങ്കിൽ ഫഹാദാ മാലി, എന്റെ ധനപ്പെടണ്ട്, നിങ്ങൾ ചോദിച്ചോളി, ഇപ്പൊ തരാം. റസൂൽ അതാ പറയുന്നത്, നാളെ പരലോകത്ത് കോടാനുകോടി മനുഷ്യന്മാർ നിൽക്കുന്ന ആ വിചാരണ വേളയിൽ ഈ മുഹമ്മദ് എന്നെ ദേഹോപദ്രവം നടത്തിയിട്ടുണ്ട്, ഈ മുഹമ്മദ് എന്നെ അഭിമാനക്ഷതം സംഭവിപ്പിച്ചിട്ടുണ്ട്, ഈ മുഹമ്മദ് എന്റെ പണം അത് അപഹരിച്ചിട്ടുണ്ട് എന്ന് അവിടെ വെച്ചുകൊണ്ട് എന്നെ പറ്റി എന്റെ നേരെ നിങ്ങൾ കൈ ചൂണ്ടരുത്, എന്നെ പറ്റി നിങ്ങൾ പറയരുത് എന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ നോക്കുകൊണ്ടോ നമ്മുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ടോ നമ്മുടെ സാമ്പത്തിക വിശുദ്ധിയില്ലായ്മയോ എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ ആലോചിക്കുക. നമ്മളൊക്കെ ശ്വാസം നിന്ന് കഴിഞ്ഞ് ഇതേപോലെ ഇപ്പൊ നേരത്തെ മുഹമ്മദ് സാഹിബിനെ ഇവിടെ കൊടുന്നു വെച്ചതുപോലെ നമ്മളൊക്കെ ഇവിടെ കൊടുന്നു വെച്ചിട്ട് കൂട്ടത്തിൽ ഏതെങ്കിലും ആ മയ്യത്തുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ പറയും. സാധാരണ നമ്മൾ കേൾക്കുന്നത് തന്നെയാണ്, ആരെങ്കിലും വാക്കാലോ പ്രവർത്തിയാലോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ, അതൊക്കെ പ്രിയപ്പെട്ടവരെ കേവലം വാക്കുകൾ. ഞാൻ പറയുന്നത് പുറത്തു തരില്ല എന്നല്ല, തരുന്നവൻ അള്ളാഹുവാണ്. പക്ഷെ ജീവിച്ചിരിക്കുന്ന സമയത്ത് എനിക്കും നിങ്ങൾക്കും ചോദിക്കാനും പറയാനും സാധിക്കണം എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ ഗൗരവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു സംഭവം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ട് ജോലി ഉള്ള സമയത്ത്, നല്ല തിരക്കാ, നല്ല ജോലിയുള്ള ആ തിരക്കുള്ള സമയത്ത് അഅറാബിയായ ഒരു മനുഷ്യൻ എന്തോ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വരിക. ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. എന്നിട്ട് ആ വടി കൊണ്ട് ഒരു അടിയാണ് കൊടുത്തു വെറുതെ. എന്നിട്ട് പറഞ്ഞു, അതത്റുകൂനൽ ഖലീഫ ഹീന യകൂനു ഫാരിഗ, ഈ ഖലീഫ നിങ്ങൾ ഒരു 5 മിനിറ്റ് വെറുതെക്കാൻ പോലും അയക്കൂലല്ലേ. തമാശക്ക, ദേഷ്യപ്പെട്ടല്ല, ഒരു അടി കൊടുക്കുക. ആ മനുഷ്യൻ അങ്ങ് നടന്നുപോയി. കുറച്ചു കഴിഞ്ഞപ്പോ ഉമറിന്റെ മനസ്സ് വേദനിച്ചു. ഉമർ ആ മനുഷ്യനെ തിരിച്ചു വിളിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന വടി ആ മനുഷ്യന്റെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് പറയാണ്, ഈ നിന്നെ ഞാൻ അടിച്ച പോലെ തിരിച്ചു നീ എന്നെ അടിക്ക്. ഈ സമയത്ത് അഅറാബി പറഞ്ഞു, അതൊക്കെ ഞാൻ റബ്ബിന് വിട്ടിക്കണ്, ഞാൻ തിരിച്ചടിക്കാനൊന്നുമില്ല. ഈ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് പൊട്ടിക്കരയാ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഉമർ സ്വന്തം ഇങ്ങനെ പറയാ, ഉമർ നീ ആരായിരുന്നു? ഈ നാട്ടിൽ ആരും ആയിരുന്നില്ല കൊള്ളരുതാത്തവൻ. പക്ഷെ അല്ലാഹ് നിനക്ക് ഹിദായത്ത് തന്നില്ലേ? നീ ആരാരും അറിയപ്പെടാത്ത ഒരാൾ, അല്ലാഹു നിനക്ക് ഇസ്സത്ത് തന്നില്ലേ? ഇത്രയധികം ശ്രേഷ്ഠത തന്നില്ലേ? എന്നിട്ട് മാദാ തഖൂലു ഗദൻ ഇൻദ റബ്ബിക്, മാദാ തഖൂലു ഇൻദ റബ്ബിക ഗദൻ, നാളെ എന്ത് നിന്റെ റബ്ബിനോട് ജി പറയും?
ഒരു അയറാബി നിന്നോട് രാവിലാദ്യമായി വന്ന് ചോദിച്ചപ്പോ അറാബിന് ആട്ടിവിട്ടില്ലേ, എന്ത് മറുപടി പറയും? വല്ലാത്ത വേദന അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ വരും ജീവിതത്തിനു വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇത്തരം ഉപദേശങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ആ പ്രവാചകന്റെ അവസാന ദിവസങ്ങൾ ഓർക്കുമ്പോ ആ ഉപദേശങ്ങളാണ് നമുക്കൊരാവേശമായിട്ടുണ്ടാവേണ്ടത്. നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ജീവിതം ഒരു മുന്നോട്ടുള്ള ഒരു വഴികാട്ടിയായിട്ട് ആ ഉപദേശങ്ങൾ സ്വീകരിക്കുക. മറ്റുള്ള എല്ലാ അനാചാരങ്ങളും നമ്മൾ മാറി കേൾക്കുക. ആ രൂപത്തിൽ ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാരകൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ. സ്നേഹമുള്ള വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി അവരെ ഉണർത്തുകയാണ്, ഉപദേശിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഉപദേശങ്ങളാണ്. മറ്റൊരു ഉപദേശം പ്രവാചകൻ അവസാന സമയത്ത് പറയുകയാണ്, ഇത്തഖുസ്സലാ, നമസ്കാരം നിങ്ങൾ സൂക്ഷിക്കുക. പ്രവാചകന്റെ ഒരു ഉപദേശം, നിസ്കാരത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ്. അതിന്റെ ആ കൃത്യത, ആ സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നോക്കി, പ്രവാചകൻ ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോ അവസാനം പറഞ്ഞ വാക്ക് കാന ആഖിറു കലാമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ വാക്ക് അസ്സലാ, അസ്സലാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദിഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനും സർവാധിപതിയുമായിട്ടുള്ള സ്നേഹനിധിയായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പരമാവധി കാത്തു സൂക്ഷിച്ച് ഈ ഐഹിക ജീവിതം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ആദ്യമേ എവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു മടക്കമുണ്ട്. ഈ ലോകത്തുനിന്ന് മടങ്ങുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി മുവഹ്ഹിദീങ്ങളായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരി സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ ഏതാണ്ട് ഒരു 81 ദിവസം മുമ്പ് ഇറങ്ങിയ ഒരായത്താണ് സൂറത്തു മാഇദ 5-ാം അധ്യായം. അതിലെ 3-ാമത്തെ ആയത്തിലെ ചില ഭാഗം നമ്മളൊക്കെ സുപരിതമായി കേട്ട ആ ഒരു ആയത്ത്, ഒരുപക്ഷെ നമുക്കൊക്കെ മനഃപ്പാഠമുള്ള ഒരായത്ത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. ഈ ആയത്ത് എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിനെ നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അതേപോലെ തന്നെ എന്റെ അനുഗ്രഹവും ഞാൻ നിങ്ങളുടെ മേൽ പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. ഇസ്ലാമിനെ